2024 നടന്ന RRB JEE എക്സാമിൽ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ബിടെക് നമ്മൾ ഒരു കോമ്പറ്റീവ് എക്സാം ആയിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. പക്ഷേ എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഒരു കോമ്പറ്റീവ് എക്സാമിൻ്റെ ടൈപ്പിലേക്ക് വരുമ്പോൾ. ടെക്നിക്കലും നോൺ ടെക്നിക്കലും കൂടി ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും അവർ ക്ലിയർ ചെയ്യും. പിന്നെ മെൻറ്റർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമുക്ക് മെൻറ്റേഴ്സ് ത്രൂ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം പറയാനുള്ളത്, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നതോറും നമുക്ക് കൂടുതൽ നോളജ് കിട്ടിക്കൊണ്ടിരിക്കും. എൻ്റെ പേര് ആദർശ്. ഞാൻ സിവിലിയൻസിൽ 2023 JEE ജൂലൈ ബാച്ചിൽ പഠിച്ചതാണ്. ഞാൻ ബിടെക് പഠിച്ചത് ഗവൺമെൻറ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കണ്ണൂരാണ്. അതിനുശേഷം ഞാൻ JEE ബാച്ചിൽ സിവിലിയൻസിൽ ജോയിൻ ചെയ്യായിരുന്നു. 2024 നടന്ന RRB JEE എക്സാമിൽ എനിക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഞാൻ ചെന്നൈ സോണിലാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് JEE എസ്റ്റിമേഷൻ ആൻഡ് ഡ്രോയിങ് ആണ് ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടിയത്. ചെന്നൈ സോണിലാണ്. സിവിലിയൻസിൻ്റെ ക്ലാസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പം ബിടെക് നമ്മൾ ഒരു കോമ്പറ്റീവ് എക്സാം ആയിട്ടല്ല നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പം ഒരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം മോഡലാണ്. പക്ഷേ എൻ്റയർലി ഡിഫറൻ്റ് ആണ് ഒരു കോമ്പറ്റീവ് എക്സാമിൻ്റെ ടൈപ്പിലേക്ക് വരുമ്പോൾ. ഇവിടെ നോക്കുകയാണെങ്കിൽ 0 ലെവലോട്ടാണ് എല്ലാം പഠിപ്പിക്കുന്നത്. അതായത് നമുക്ക് അത്യാവശ്യം ഒന്നും അറിയില്ലെങ്കിൽ പോലും നമുക്ക് എല്ലാം ബേസ് ലെവലോട്ട് പഠിപ്പിക്കുന്നുണ്ട്. തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യക്തതയോടെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഫാക്കൽറ്റീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ഏത് സമയത്ത് ഡൗട്ട് ചോദിച്ചാലും അത് ക്ലിയർ ചെയ്യും. പിന്നെ മെൻറ്റർഷിപ്പ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസിലൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അവർ നമുക്ക് മെൻറ്റേഴ്സ് ത്രൂ അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ ടെക്നിക്കൽ പഠിച്ചത് സിവിലിയൻസിലെ നോട്ട് ബേസ് ആണ് കംപ്ലീറ്റ്ലി. പിന്നെ ഇവിടുന്ന് വീക്ക്ലിയും മന്ത്ലിയും എക്സാം ഉണ്ടാവും. നമ്മളതിന് പ്രിപ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ റിവൈസ് ആകും. അപ്പോൾ അത് ഒരുപാട് ഹെൽപ്ഫുള്ളായിരുന്നു. അപ്പം പറയാനുള്ളത്, നമ്മൾ ക്വസ്റ്റ്യൻസ് കൂടുതൽ കാണുന്നതോറും നമുക്ക് കൂടുതൽ നോളജ് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മൾ അതിനനുസരിച്ച് റിവൈസ് ചെയ്തുകൊണ്ട് നിൽക്കുക. ഇനി RRB എക്സാം ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എക്സാമാണ്. അപ്പം നമ്മുടെ സ്റ്റേറ്റ് PSC ആണെങ്കിൽ നമുക്ക് ടെക്നിക്കൽ മാത്രം പഠിച്ചാൽ മതി. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് എക്സാമായ SSC JEE RRB JEE നോക്കുമ്പോൾ നമ്മൾ ടെക്നിക്കലിനും നോൺ ടെക്നിക്കലിനും കൂടി ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. കാരണം നമ്മൾ ടെക്നിക്കൽ മാത്രം സ്ട്രോങ് ആയിട്ട് നോൺ ടെക്നിക്കലിൽ ഇത്ര വലിയ നോളജ് ഇല്ലെങ്കിൽ നമുക്ക് 2 മാർക്ക് കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്കവിടെ കട്ട് ഓഫ് ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ 2025 RRB JEE നോട്ടിഫിക്കേഷൻ വരാറായിട്ടുണ്ട്. അപ്പോൾ ഇനി RRB JEE എക്സാം എഴുതാൻ പോകുന്നവരോട് പറയാനുള്ളത്, നമ്മൾ പഠിക്കുമ്പോൾ ടെക്നിക്കലും നോൺ ടെക്നിക്കലും കൂടി ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. നമ്മൾ ടെക്നിക്കൽ മാത്രം സ്ട്രോങ് ആണെന്ന് വിചാരിച്ചിട്ട് നോൺ ടെക്നിക്കലിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ അത് നമ്മുടെ സ്കോറിനെ ബാധിക്കും. RRB JEE എക്സാം ഇനി എഴുതാൻ പെടുന്നതിൽ നോൺ ടെക്നിക്കലിനും ടെക്നിക്കലിനും ഒരേ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ എഴുതാൻ പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. Start your preparations for engineering competitive exams from top educators. Learn from the best.